മഹാഭാരതം. ഇനി കേൾക്കാം. ബന്ധനം 1. ഹസ്തിനപുരത്തിൻ്റെ വർദ്ധമാൻ എന്ന പേരുള്ള നഗരകവാടം നവവധുവിനെപ്പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നു. രാജ്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും അസഖ്യം സാധാരണ ജനങ്ങളും രാജാവിനെ സ്വാഗതം ചെയ്യാൻ നഗരകവാടത്തിലെത്തിയിരുന്നു. അവരുടെയെല്ലാം മുന്നിൽ ദേവവ്രതനുണ്ടായിരുന്നു. ദേവവ്രതൻ ഉദ്യോഗസ്ഥനല്ല, പ്രജയുമല്ല, പുത്രനായിരുന്നു. ശാന്തനുവിൻ്റെ ഒരേ ഒരു മകൻ. പക്ഷേ രഥം നിന്നില്ലെന്നു മാത്രമല്ല, അതിൻ്റെ വേഗം കുറയുക പോലും ഉണ്ടായില്ല. രാജാവ് ഓടിക്കൊണ്ടിരുന്ന രഥത്തിൽ നിന്നുപോലും ഉദ്യോഗസ്ഥരുടെയും പ്രജകളുടെയും അഭിവാദനം സ്വീകരിക്കാൻ തയ്യാറായില്ല. ആർക്കും രാജാവിനെ ഒരു നോക്ക് കാണാനായില്ല. അരളിവാതിലുകളൊന്നും തുറക്കപ്പെട്ടില്ല. ഒരു തിരശീല പോലും മാറിയില്ല. പ്രജകളെ ഇങ്ങനെ അവഗണിക്കുക, ഈ അഹങ്കാരമാണ് രാജവംശങ്ങളെ ഇല്ലാതെയാക്കുന്നത്. പ്രജകളെയും ഉദ്യോഗസ്ഥരെയും മറന്നാൽ പോലും ദേവവ്രതൻ പുത്രനല്ലേ? രാജാവ് ശാന്തനു അവൻ്റെ പിതാവാണ്, അച്ഛൻ. എങ്ങനെയുള്ള അച്ഛനാണ് ശാന്തനു? ദേവവ്രതൻ്റെ കൺമുന്നിൽ സ്വന്തം ശൈശവം തെളിഞ്ഞു. അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ വേർപെടൽ കൊണ്ട് ആർക്ക് അധികം വേദനയുണ്ടായി എന്നത് ദേവവ്രതൻ അറിയില്ല. പക്ഷേ സ്വന്തം വേദന ദേവവ്രതൻ ഒരിക്കലും മറക്കാനായില്ല. എല്ലാ കുട്ടികൾക്കും അച്ഛനമ്മമാരുണ്ട്. തനിക്ക് അച്ഛനമ്മമാർ ഉണ്ടെങ്കിലും ഇല്ലെന്ന പോലെ. അമ്മയെയും കാണാനാകുന്നില്ല, അച്ഛനെയും കാണാനാകുന്നില്ല എന്നതായിരുന്നു ദേവവ്രതൻ്റെ എന്നത്തെയും അനുഭവം. അമ്മ ആഗ്രഹിച്ചത് പുരുവംശത്തിൻ്റെ രാജകുമാരനെന്ന നിലയിൽ അർഹിക്കുന്ന പരിപാലനം ലഭിക്കാൻ ദേവവ്രതൻ അച്ഛൻ്റെ അടുത്ത് കഴിയണമെന്നാണ്. എന്നാൽ തനിക്കൊരു മകനുണ്ടെന്ന കാര്യം പോലും ഓർക്കാനാകാത്ത വിധം അച്ഛൻ്റെ മനസ്സ് വഴിതെറ്റിയിരുന്നു. ഒരേ ഒരു മകന് എന്താണ് താൻ നിഷേധിക്കുന്നതെന്ന് പോലും ഓർക്കാൻ പോലും ആകാത്ത വിധം പത്നിയുടെ അസാന്നിധ്യം അച്ഛനെ വേദനിപ്പിച്ചിരുന്നു. തൻ്റെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനത്തിലേക്കുള്ള കാൽവയ്പ്, ജീവിതത്തിലെ ഇതുവരെയുള്ള എല്ലാ കാലവും ഓരോരോ ഋഷിമാരുടെ കൂടെ അവരുടെ ആശ്രമങ്ങൾ കടുത്ത അച്ചടക്കത്തിലാണ് കഴിഞ്ഞിരുന്നത്. തപസ്വികളായ ഗുരുക്കന്മാരുടെ കടുത്ത അച്ചടക്കത്തോടും കർത്തവ്യബോധത്തോടും കൂടിയ സ്നേഹം തനിക്കേറെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ സർവക്ഷമാശീലമുള്ള വാത്സല്യം അതിതുവരെയും കിട്ടിയിട്ടില്ല. തന്നെ അമ്മ അച്ഛനെ ഏൽപ്പിച്ചപ്പോൾ മുതൽ രാജാവ് ശാന്തനു തന്നെ കാര്യമായി പരിഗണിച്ചിരുന്നു. വാത്സല്യത്തിൻ്റെ ചില കണങ്ങൾ തന്നിലേക്ക് ചൊരിയപ്പെടുന്നുവെന്ന് തോന്നാൻ തുടങ്ങിയിരുന്നു. കുടുംബസുഖത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ മനസ്സിൽ രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു. കുടുംബത്തിൻ്റെ സാമൂഹിക ആവശ്യവും കർത്തവ്യവും വിട്ട് അതിനെ വൈകാരിക തലത്തിൽ കാണാൻ ആരംഭിച്ചിരുന്നു. ഇങ്ങനെയെല്ലാം ഇരിക്കെയാണ് പിതാവിൻ്റെ ഈ അവഗണന. ദേവവ്രതൻ്റെ കൈകൾ പിതാവിൻ്റെ ചരണസ്പർശനത്തിനായി മുന്നോട്ട് നീങ്ങാനാഞ്ഞ് വിറങ്ങലിച്ചു നിന്നു. പിതാവിൻ്റെ രഥം നിൽക്കുന്നുണ്ടായിരുന്നില്ല. ദേവവ്രതൻ്റെ മനസ്സ് ക്ഷോഭിച്ച് കുറ്റപ്പെടുത്താൻ വെമ്പുകയായിരുന്നു. താൻ ആരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതെന്നത് എന്തിന്? ഉള്ളിൽ തന്നെ എന്തുകൊണ്ട് പൂർണ്ണത കണ്ടെത്തിക്കൂടാ? ആരുടെയെങ്കിലും സ്നേഹം താൻ എന്തിനു കാംക്ഷിക്കണം? പിതാവ് സ്നേഹത്തോടെ തലയിൽ കൈവച്ചാൽ എന്ത്, ഇല്ലെങ്കിലെന്ത്? ഈ ആഗ്രഹങ്ങളല്ലേ അത്യന്തികമായി നിരാശയ്ക്കും ദുഃഖത്തിനും കാരണമാകുന്നത്? ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആഗ്രഹങ്ങൾ ഒഴിവാക്കണം. ജീവിതം ഒഴിവാക്കാനാകാതെ നിർവഹിക്കപ്പെടേണ്ട ഒരു കടുത്ത കർത്തവ്യം മാത്രമാണെന്ന് തൻ്റെ മനസ്സ് എന്നേക്കുമായി അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ദേവവ്രതൻ്റെ ചിന്താപ്രവാഹം നിന്നു. ഇന്നു തൻ്റെയും പെരുമാറ്റം ഭ്രാന്തനെ പോലെയാണ്. പിതാവിനിനി വല്ല അസുഖവുമാണോ? സ്ഥിതിഗതികൾ മാറുന്നതിനനുസരിച്ച് എല്ലാ തീരുമാനങ്ങളും മാറുന്നു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അസ്വസ്ഥം എന്തെങ്കിലുമാണെങ്കിൽ പ്രജകളുടെ സ്വാഗതം കാണാനോ പ്രജകളുടെ അഭിവാദ്യം സ്വീകരിക്കാനോ നിൽക്കാനാകുമായിരുന്നില്ല. രോഗിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ പെരുമാറ്റങ്ങൾ ആവശ്യമല്ല. ഔപചാരികതകളുടെ നിയമങ്ങൾ ഇപ്പോൾ ബാധകമല്ല. അവരിൽ നിന്ന് ഔപചാരികത പ്രതീക്ഷിക്കരുത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ താൻ ഇവിടെ നിൽക്കെ സാരഥി കടിഞ്ഞാൻ വലിക്കുമായിരുന്നില്ലേ? രഥം തെളിച്ച് കൊണ്ടുപോകുമായിരുന്നോ? അങ്ങനെ നടക്കില്ല. ദേവവ്രതൻ ആത്മലീനനായി രഥത്തിൻ്റെ അടുത്തെത്തി. പോകാം, സാരഥിക്ക് ആജ്ഞ നൽകി അച്ഛൻ്റെ അടുത്തേക്ക്. രാജാവിന് സുഖമില്ലെന്ന് ഉദ്യോഗസ്ഥരോടും പ്രജകളോടും പറയണമെന്നൊരു നിമിഷത്തേക്ക് ദേവവ്രതന് തോന്നി. പക്ഷേ വ്യക്തമായ വിവരമറിയാതെ എങ്ങനെ പറയാനാകും? തൻ്റെ ഊഹം മാത്രമാണിത്.
നേരത്തെ അച്ഛൻ്റെ പെരുമാറ്റത്തിൽ അഹങ്കാരമാണെന്ന് തോന്നി. ഇപ്പോൾ ഉന്മത്തൻ്റേതുപോലെയോ രോഗിയുടേതുപോലെയോ തോന്നുന്നു. സത്യം എന്താണാവോ? പിതാവ് അസ്വസ്ഥനാകാം, ഉന്മത്തനാകാം, ക്ഷോഭിച്ചിട്ടാകാം. അദ്ദേഹം എല്ലാ ബന്ധങ്ങളെയും അവഗണിക്കുന്നു. പിതാവിൻ്റെ മനസ്സ് എപ്പോഴും ഒരു ദിശയിലേക്ക് മാത്രം കുതിക്കുന്നത് എന്തുകൊണ്ടാണാവോ? മുന്നിൽ ചെറിയ ഒരു കല്ലെങ്കിലും വന്നുപെട്ടാൽ ആ കുതിരയുടെ നിലയാകെ തെറ്റുന്നു. പിന്നീട് പോയ ദിശയിൽ പ്രയാണവും ചെയ്യാനാവില്ല. അച്ഛൻ അമ്മയോടുള്ള മോഹത്തിൽ പെട്ടിരുന്നപ്പോൾ അത് പ്രേമമായിരുന്നോ മോഹമായിരുന്നോ എന്നറിയില്ല. പ്രേമവും മോഹവും തമ്മിൽ എന്താണ് വ്യത്യാസം? ചിലപ്പോഴൊക്കെ മോഹവും പ്രേമവും ആദരവും ഭക്തിയും എല്ലാം വെവ്വേറെയായി രൂപപ്പെടുന്നതായി തോന്നിച്ചു. ചിലപ്പോൾ എല്ലാം കൂടിക്കുഴയുന്നതായി തോന്നി. അത് പിതാവിൻ്റെ തെറ്റായിരുന്നോ ഭ്രാന്തായിരുന്നോ എന്ന് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നില്ല. തനിക്ക് ആത്മനിയന്ത്രണം സാധിക്കുന്നില്ലെന്ന് ദേവവ്രതന് തോന്നി. മനസ്സിലെ വിരുദ്ധ ചിന്തകളും എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയും കാരണം നിഷ്ക്രിയനായി നിന്നുപോകുകയാണ്. ആ നിഷ്ക്രിയത്വത്തിനും അനേകം അർത്ഥങ്ങൾ കണ്ടെത്താമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നിശബ്ദനായി പോകുന്നതിനെക്കുറിച്ചും പിന്നീട് അഭിപ്രായങ്ങൾ ഉയരാം. ആളുകൾ രാജാവ് ശാന്തനുവിൻ്റെ പെരുമാറ്റത്തെ വിമർശിക്കുന്നതിന് പകരം ദേവവ്രതന്റെ പെരുമാറ്റത്തെ വിമർശിക്കാം. പക്ഷേ ഇനി മടങ്ങാനാവില്ല. രഥം വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിതാവിൻ്റെ കൊട്ടാരത്തിലെ അന്തരീക്ഷം പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ രാജാവിൻ്റെ വീടുപോലെ ആയിരുന്നില്ല. അദ്ദേഹത്തെ കാണാനെത്തിയ മന്ത്രിമാരുടെയും സേനാപതികളുടെയും ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും സേവകരുടെയും തിരക്ക് അവിടെ കാണാനുണ്ടായിരുന്നില്ല. സന്തോഷത്തിൻ്റെ തുറന്ന അന്തരീക്ഷമായിരുന്നില്ല. പകരം മൗനത്തിൻ്റെ സംഘർഷം കനം തിങ്ങി നിന്നു. ദേവവ്രതൻ കാലടികൾ നീട്ടിവെച്ച് ദ്വാരപാലകന്റെ അടുത്തോളം എത്തി. പിതാവിനോട് ഞാൻ വന്നതായി പറയൂ. ആഗ്രഹിച്ചുവെങ്കിലും ദേവവ്രതന്റെ വായിൽ നിന്ന് ചക്രവർത്തിയെന്നോ സാമ്രാട്ടെന്നോ രാജാവെന്നോ പോലുള്ള വാക്ക് പുറത്തേക്ക് വന്നില്ല. ഉള്ളിലെ മമത പിതാവിനെ ഓർത്താണ് ത്രസിച്ചിരുന്നത്. ചക്രവർത്തിയെക്കുറിച്ചുള്ള വേവലാതി അല്പവും ഉണ്ടായിരുന്നില്ല. യുവരാജ്, ചക്രവർത്തിക്ക് സുഖമില്ല. ദ്വാരപാലകൻ അച്ചടക്കമുള്ളവനെന്നിലെ ആത്മബന്ധമുള്ളവനായിരുന്നു. ചക്രവർത്തിക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ ആത്മബന്ധമാണ് നിഴലിച്ചത്. ദേവവ്രതന് തൻ്റെ ഊഹം ശരിയായിരുന്നല്ലോ എന്ന് തോന്നി. സത്യമായും പിതാവ് അസ്വസ്ഥനായിരുന്നു. ദ്വാരപാലകൻ ദേവവ്രതന്റെ പ്രണാമം അറിയിക്കാൻ ഉള്ളിലേക്ക് പോയില്ല. ഒരുപക്ഷെ അങ്ങനെ ആജ്ഞാപിച്ചിട്ടുണ്ടാകണം.